ഇവിടെ ഉണ്ടോ? ജോഷിയേട്ടാ, ജോഷി ദേവസ്യ, റാഫി, എങ്ങനെയുണ്ട് നമ്മുടെ MD? അടിപൊളിയല്ലേ വൈബ്? അതായത് സാർ പറഞ്ഞല്ലേ വെള്ളപ്പൊക്കത്തിനെല്ലാം പോയ ഒരു അഡീഷൻ ജയശ്രീ ഉണ്ടായിരുന്നു. കരയെടുത്തിട്ടോ, കരയെടുത്ത് രാമകുട്ടി. എന്റെ ഒരു പാർട്ണർ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടാവോ? ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോ പ്രൊഫഷണലി ഒരു ഫോട്ടോഗ്രാഫറാണ് ഞാൻ മാത്രമല്ല ജയശ്രീ. ഓക്കെ, ഇതാണ് ജയശ്രീ വൈഫ്. കണ്ടല്ലോ നേരത്തെ സ്റ്റേജിൽ ആ കോട്ടേജ് എടുക്കാതെ പോയതിന്റെ ദുഃഖം ഇപ്പോഴിങ്ങനെ ബൈബിൾ കെറ്റുകൊണ്ടുള്ളൂ കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് എടുത്തിട്ടുണ്ട്, ഒരുപാട് ഷെയർ ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് അടുത്താണ് ജോഷി. ഓക്കെ, അപ്പോ അതിനു മുമ്പേ നമ്മുടെ MDയുടെ ഒരു കഥ നമ്മൾ കണ്ടിട്ടുണ്ടാവും, എപ്പോഴും നമ്മുടെ യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട്. 50 രൂപ ശമ്പളത്തിന് ഒരു ഹോട്ടലില് വെയിറ്ററായിട്ട് ജോലി ചെയ്ത ഒരാളായിരുന്നു ആര്? നമ്മുടെ MD. ചിരിക്കണ്ട. സ്വന്തം ബാബിച്ചിയുടെ ഹോട്ടലിൽ തന്നെ. അതുപോലെ ഒരു ഹോട്ടലിലെ വെയിറ്റർ ആയിരുന്നു ഞാൻ ആദ്യം. അതായത് ആദ്യം പണിയെടുത്ത് തുടങ്ങിയത് കാലി വിറക്കുക, എന്താ പറയണ, കാലി വെക്കുന്ന വെച്ചാൽ കാലി പ്ലേറ്റ് എടുക്കുക, വെള്ളം കൊണ്ടു കൊടുക്കുക, അതേപോലെ ഓർഡർ എടുക്കുക. അതായത് ഇന്ത്യൻ കോഫി ഹൗസിലായിരുന്നു. ഓക്കെ, ഡൽഹിയിൽ. അങ്ങനെ കുറച്ചു നാൾ ജോലി ചെയ്ത് ഒരു 6 വർഷം കഴിഞ്ഞപ്പോഴേക്കും കല്യാണം ആയി. തിരിച്ച് നാട്ടിലെത്തി. കല്യാണം കഴിഞ്ഞപ്പോ തന്നെ അറിഞ്ഞ അച്ഛന് വയ്യ, ക്യാൻസർ ആയിരുന്നു. ആളിങ്ങനെ ഉള്ളിലൊതുക്കി ഇങ്ങനെ നടക്കായിരുന്നു. അങ്ങനെ 3 മാസത്തോളം ഞാൻ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു, ചികിത്സിപ്പിച്ചു. ഒന്നും നടന്നില്ല. അവസാനം കുറെ വളയും മാലയൊക്കെ ഊരി തന്നു. കാരണം എന്റെ കയ്യിലുള്ളത് തീർന്നു. കല്യാണം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു പരുവായി. പിന്നെ അച്ഛനെ ചികിത്സിപ്പിക്കാൻ വേണ്ടിയിട്ട് ആളുടെ ഗോൾഡൊക്കെയാണ് എടുത്ത് തന്നത്. ഞാൻ വാങ്ങിയിരുന്നില്ല, പക്ഷെ ഹോസ്പിറ്റൽ ബില്ല് അത്രയും ഉണ്ടായിരുന്നു. അങ്ങനെ ജീവിതം ആധാരം അച്ഛൻ പണയം വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്കറിയില്ലായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചോളം എന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. മൈനസിലാ. കല്യാണം കഴിഞ്ഞ് ജീവിതം കൂടെ ആരംഭിച്ച മൈനസിലാ. ഒരുപാട് ലോണും കാര്യങ്ങളൊക്കെ. അങ്ങനെ തിരിച്ച് ജോലിക്ക് പോയി. അവിടെ ജോലി പോയി 3-4 മാസം കഴിഞ്ഞപ്പോ നമ്മുടെ ജോലി പോയി. റിസൈൻ ചെയ്യുന്നോ ജോലി കളഞ്ഞു പോന്നു. പിന്നെ തിരിച്ചു വന്നു. ഫോട്ടോഗ്രാഫി പഠിച്ചാണ് ചെയ്തത്. അതായത് ലൈറ്റ് അടിക്കാൻ പോയി. അങ്ങനെ പറയുക, ലൈറ്റ് പോയി. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് പണിയും ചെയ്യാനുള്ള ഒരു ചങ്കൂറ്റുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടൊന്നും ആരും ഇങ്ങനെ പണി പഠിക്കാൻ പോകില്ല. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ആണ് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു തൊഴിൽ പഠിക്കാൻ വേണ്ടി ഈ എടപ്പള്ളി ടോളിന്റെ അടുത്തൊരു മെന്റസ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ഉണ്ട്, ആശാൻ ഗോഡ്വിൻ മെന്റസ്. അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ടാണ് ഫോട്ടോഗ്രാഫിയുടെ ആദ്യ അക്ഷരങ്ങൾ പഠിച്ചത്. അങ്ങനെ ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴും എനിക്ക് കോഫി ഹൗസിൽ വർക്ക് ചെയ്തതിന്റെ കുറച്ച് പേയ്മെന്റ് കിട്ടി. അവിടുന്ന് നമ്മൾ റിസൈൻ ചെയ്ത് പോരുമ്പോ കുറച്ച് പൈസ കിട്ടും. അങ്ങനെ ആ പൈസ വെച്ചിട്ടാണ് ഞാൻ ഒരു ക്യാമറ സ്വന്തമായിട്ട് വാങ്ങിച്ചു. ഫോട്ടോഗ്രാഫി അങ്ങനെ അറ്റുനോറ്റൊരു ക്യാമറ വാങ്ങിച്ചു. സ്വന്തമായിട്ട് ഫോട്ടോഗ്രാഫി ഫ്രീലാൻസ് ആയിട്ട് ചെയ്തു. കുറച്ചു നാൾ കഴിഞ്ഞ് സ്വന്തം ഒരു സ്റ്റുഡിയോ എന്നുള്ള രീതിയിൽ സ്വന്തം സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തു. ജയശ്രീ ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് തിരിഞ്ഞു, ഡിസൈനിങ് ഫീൽഡിലേക്ക് തിരിഞ്ഞു. അങ്ങനെ 2018 എത്തിയപ്പോ ഒരു കൊച്ചു കാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ലോണാണോ, ഒരു ഇയോണായിരുന്നു. അങ്ങനെ 2018 വെള്ളപ്പൊക്കം വന്നപ്പോ വീട്ടിലും സ്റ്റുഡിയോയിലൊക്കെ വെള്ളം കയറി. ഞങ്ങൾ 2 പേരും ലോൺ എടുത്ത് വാങ്ങിച്ച ക്യാമറ, ആദ്യത്തെ ക്യാമറയൊക്കെ കൊടുത്തുപോയി. കാരണം വർഷാവർഷം സാധനമൊക്കെ അപ്ഡേറ്റ് ചെയ്യണം. അങ്ങനെ ലോൺ എടുത്ത് ക്യാമറ, ലെൻസൊക്കെ വാങ്ങിച്ച ഏകദേശം 8 ലക്ഷം രൂപയോളം വന്നു. മുദ്ര ലോൺ, പ്രധാനമന്ത്രിയുടെ ഒരു മുദ്ര ലോണിന്റെ ഒരു ഇതുണ്ടായിരുന്നു. 8 ലക്ഷം രൂപയോളം ലോൺ എടുത്ത് വാങ്ങിയ ക്യാമറ, സകല ഒക്യുപ്മെന്റ്സ്, കല്യാണം കൊടുത്തിട്ടില്ല, കുറെ വർക്കുകൾ അടക്കമുള്ള കമ്പ്യൂട്ടർ അടക്കം എല്ലാം വെള്ളപ്പൊക്കത്തിൽ പോയി നശിച്ച് ആകെ ജീവിതം വഴിമുട്ടിയ അവസ്ഥ. തിരിച്ച് ബാങ്കിൽ പോയിട്ട് കാലടിച്ചു നോക്കി എന്തെങ്കിലും തിരിച്ചിട്ടോന്ന് അറിയാൻ, ഒന്നും കിട്ടിയില്ല. പുതുതായിട്ട് ജീവിതം തുടങ്ങുകയാണെങ്കിൽ എനിക്ക് അറിയാവുന്ന പണി ഒന്നുള്ളൂ, ഫോട്ടോഗ്രാഫി. അതിനൊരു ക്യാമറ വീണ്ടും ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കുകാരോട് കെഞ്ചി നോക്കി, ലോൺ തന്നില്ല. അവസാനം എങ്ങനെയോ കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ അസോസിയേഷന്റെ കുറച്ച് ആളുകളൊക്കെ ഹെൽപ്പ് ചെയ്ത് കുറച്ച് പൈസ കിട്ടി. അതിൽ നിന്ന് പതുക്കെ ഒരു ക്യാമറ തട്ടിക്കൂട്ടി. പിന്നെ ബജാജിന്റെ കുറച്ച് ലോൺ വേറെ എടുത്തു. അങ്ങനെ കുറച്ച് ഒരു ക്യാമറയും കുറച്ച് ലെൻസൊക്കെ വാങ്ങിച്ചു. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ ആണ് കൊറോണ വന്നത്.
അപ്പൊ വെള്ളപ്പൊക്കം കൊണ്ട് വീട് മൊത്തം നശിച്ച് ഇല്ലാണ്ടായി പോയി. അതോടൊപ്പം തന്നെ ജീവിത ഉപവാദിയായ മറ്റു ക്യാമറയും മറ്റു സകല സാധനവും എല്ലാം നശിച്ചുവെങ്കിലും ഒന്നേന്ന് ഇങ്ങനെ പോരാൻ നേരത്താണ് കൊറോണ വന്നത്. അപ്പൊ പിന്നെ നമുക്കറിയാലോ കൊറോണ എല്ലാവരും നശിപ്പിച്ചതാണ്. അങ്ങനെ കൊറോണ വന്ന സമയത്താണ് പറയാലേ പിന്നെയും ജീവിക്കണം, പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, മീൻ കച്ചവടം തുടങ്ങി. അതായത് ഹാർബറിൽ പോയിട്ട് മീൻ എടുത്തു തരും. ഞാൻ നേരത്തെ പറഞ്ഞു എന്ത് പണിയും ചെയ്യാനായിട്ട് ഒരു മടിയില്ലാത്തവനാണ്. അപ്പൊ ഹാർബറിൽ പോയിട്ട് മീൻ എടുത്തുകൊണ്ട് വരും. ഒരു 30 കിലോമീറ്റർ അപ്പുറം നമ്മുടെ അവിടെ കാലടി ഭാഗത്ത് അതിനപ്പുറത്തൊക്കെ പോയിട്ടാണ് ഞാൻ വിൽക്കുന്നത്. മീൻ വിറ്റു. പക്ഷെ എന്തോ അതും നഷ്ടത്തിൽ പോയി. അതായത് അവസാനമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പച്ചമീൻ തന്നെ കൊടുക്കണമല്ലോ. അപ്പൊ ഉള്ള പൈസക്ക് ഈ സാധനമൊക്കെ കൊടുത്ത് ലാഭമൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, കൊടുത്തു പോരും. വൈകുന്നേരം ആകുമ്പോ ഡീസൽ അടിക്കുന്ന ക്യാഷൊക്കെ കഴിഞ്ഞോ നാളത്തെ പർച്ചേസിന് ചിലപ്പോ പൈസ ഉണ്ടാവില്ല. അപ്പൊ ബിസിനസ് പഠിച്ചില്ല, സത്യം അതാണ്. മീൻ കച്ചവടം പോലും ചെയ്യാൻ അറിയാൻ പാടില്ല, ബിസിനസ് അറിയില്ല. അങ്ങനെ 1 മാസം കൊണ്ട് ആ പരിപാടി നിർത്തി. വണ്ടി കൊണ്ടുപോയി കൊടുത്തു, വാടകയ്ക്ക് എടുത്തേ, ഒരു ഈസ എടുത്ത റെന്റിന്. അതോ തിരിച്ചുകൊണ്ട് കൊടുത്ത് പണി നടത്തി. പിന്നെ പതുക്കെ ഫോട്ടോഗ്രാഫി ഇങ്ങനെ പച്ച പിടിച്ച് വന്നപ്പോ 10 പേരുണ്ടെങ്കിലും കല്യാണം നടക്കുന്നുണ്ടല്ലോ. അപ്പോ വീണ്ടും പണി തുടങ്ങി. വരുമാനമൊന്നും വലുതായിട്ടില്ല. അങ്ങനെ കുറച്ച് വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയപ്പോ മറ്റേ സാധനം മിക്സി ഓക്കെ, കുറച്ച് വരുമാനം കിട്ടി തുടങ്ങിയപ്പോഴേ ഈ വീട്ടിൽ ലോക്ക്ഡൌൺ ആയപ്പോ പിള്ളേര് ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മിക്സി ഉണ്ടായ സാധനം പോയി. അപ്പൊ ഇവളാണെങ്കിൽ മറ്റേ അരകല്ലോ കാര്യങ്ങളൊന്നും ഇല്ല, അതൊക്കെ എടുത്ത് കളഞ്ഞതുകൊണ്ട് അപ്പൊ അരക്കൂല. അപ്പൊ പണിയെടുത്ത് കുറച്ച് കാശ് കിട്ടിയിട്ടുള്ളൂ. ആ കിട്ടിയ സാധനം കൊണ്ട് മിക്സി വാങ്ങാൻ വേണ്ടി പുറത്തൊക്കെ അന്വേഷിച്ച് നടന്നപ്പോഴാ ഈ ജസ്പേഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ പരിചയപ്പെട്ടു. സത്യം പറഞ്ഞ അന്ന് നമ്മുടെ കമ്പനിയിൽ കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. ഇ-കോമേഴ്സ്, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, AC പോലുള്ള ഒരു ഉൽപ്പന്നങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു, ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ടൊക്കെ. അങ്ങനെയാണ് ജസ്പേഡിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡഡ് ഒരു മിക്സി. ഇന്നും ആ മിക്സി വീട്ടിലുണ്ട്. ആ ഒരു മിക്സി പർച്ചേസ് ചെയ്ത് ഞാൻ ജസ്പേഡിലേക്ക് വന്നു. ഞാൻ ബിസിനസ് ഒന്നും ചെയ്തില്ല. കുറച്ചു നാൾ കഴിഞ്ഞ് എന്നെ ബിസിനസ് പരിചയപ്പെടുത്തുന്ന ഒരു മേഡം ഉണ്ട്, ഒരു ഹോം അപ്ലയൻസ് നടത്തുന്ന. ആ മേഡം എന്നെ ജസ്പേഡ് ചെയ്യാൻ നിർബന്ധിച്ചു. എനിക്ക് പ്രൊജക്റ്റ് ഒന്നും മനസ്സിലായിരുന്നില്ല. ഞാൻ അപ്പൊ ചോദിച്ചിട്ടുള്ളൂ ഇതിന്റെ ഓണർ ആരാണ്. അപ്പൊ ഇങ്ങനെ ഡോക്ടർ അന്ന് ഡോക്ടറല്ല, നിഷാദ് അബൂബക്കർ, അദ്ദേഹത്തെ കാണാനായിട്ട് വെച്ചെന്ന് ചോദിച്ചു. ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തു. ഞാൻ കാക്കനാടത്തെ ഒരു ഓഫീസ് അവിടെ വന്നു. അദ്ദേഹത്തിന് മുമ്പിലിരുന്ന് കുറച്ചു നേരം അദ്ദേഹത്തിന് മുമ്പിലിരുന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോ ഒരു നല്ലൊരു ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് അന്ന് ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് മനസ്സിലായി. ആ ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയുടെ ആ കണ്ണിൽ നോക്കി, സാറിന്റെ കണ്ണിൽ നോക്കിന്നുണ്ട് അല്ലെ, എന്റെ കണ്ണിൽ തന്നെ സാറിന് എന്റെ കണ്ണ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. കാരണം ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു, കൊറോണ ടൈമാണ്. പക്ഷെ എന്റെ ആ മാസ്ക് വെച്ചെങ്കിൽ ഞാൻ ഈ കണ്ണിലൂടെ ഞാൻ കൊള്ളക്കാരനായിട്ടാണ് കണ്ടത്. സത്യം പറയാലോ. ആ ഇപ്പോഴും പറയല്ലോ ചന്ദന കള്ളക്കെടുത്ത് തന്നാരോ വീരപ്പൻ അല്ലെ. പക്ഷെ അന്നും ഇപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ചന്ദന കൊള്ളക്കാരെന്ന് വേണമെങ്കിൽ പറയാട്ടോ. എന്നെ വിളിക്കാറുണ്ട് ചില ആൾക്കാർ. അതെയല്ല, മിക്സി വിറ്റ് ലാഭം കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോ എങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് അദ്ദേഹം അവിടെ ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. സംഭവം കൊള്ളാം, നല്ലതാണ്. അങ്ങനെ അന്ന് ഈ കൈ കയറി പിടിച്ചതാ, പിന്നെ വിട്ടിട്ടില്ല. സാർ ഒരു കയറ് അന്നേരം ഇട്ട് തന്നു. ആ കയറുമേ അന്ന് മുറുകെ പിടിച്ച് ഇന്ന് ഒന്നും അറിയാതെ ഈ മൈക്കെടുത്ത് പിടിച്ച് സംസാരിക്കാൻ പോലും അറിയാത്ത എന്നെ ഈ രീതിയിൽ സംസാരിക്കാൻ പ്രാപ്തമാക്കി തന്ന ആളാണ് നിഷാദ് സാറും നിസാദ് സാറും. അങ്ങനെ ഈ 2 ദൈവങ്ങളുടെ പിന്നെ നടന്ന് അവരെന്താണോ ചെയ്യുന്നത് അതുപോലെ അവരെ വാച്ച് ചെയ്ത് അവർ പറയുന്നത് പോലെ കേട്ട് പ്രവർത്തിച്ചപ്പോഴാണ് ജീവിതം പച്ച പിടിച്ചോടിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ആ ഇയോൺ കാർഡ് മാറ്റിയത് അല്ലെ, ഇയോൺ കാർഡ് മാറ്റാൻ കാരണം തന്നെ മാനേജ്മെന്റ് ആണ്. പിന്നെ വേറൊരു കാർ എടുത്തു, ഒരു വെന്യൂ ആണ്. അതിനുശേഷം 1 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ സാറ് പറഞ്ഞു കാർഡ് മാറ്റാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞു. കാർഡ് മാറ്റിയില്ല, ആ ഇയോൺ കാർഡ് മാറ്റിയില്ല, വെന്യൂ കാർഡ് മാറ്റിയില്ല. ഇന്ന് ഈ പോർച്ചില് ഈ മുറ്റത്ത് കിടക്കുന്ന BMW KL11 AJ അനീഷ് ജയശ്രീ 17 ആ ഒരു വണ്ടി ആഗ്രഹിച്ച് അതും സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു കമ്പനിയിലൂടെ. അപ്പോ യെസ് ഇനി പറയാലോ. അപ്പൊ ഇനി ഈ നിമിഷം നമ്മളിപ്പോ കമ്പനി കുറച്ച് ഓഫർ ഇട്ടു അല്ലെ, നേടണ്ടേ? നേടൂലേ? അപ്പൊ ഞാനും നേടും.
ഒരു ഡിഫൻഡർ കാർ ഈ ഓണത്തിന്. ഓക്കെ, അപ്പോ ആ ഒരു ഡിഫൻഡർ കാർ ഒരുപാട് ആഗ്രഹിച്ച് കൊതിച്ചതാണ്. സാറിന്റെ വണ്ടി ഒരുപാട് ഓടിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് മുതൽ തോന്നിയ ഒരു ആഗ്രഹമാണ്. ഒരിക്കലും വിടില്ല. ഞാൻ വീട് പണിയെന്ന് പറഞ്ഞു. ആ വീട് പണിയാൻ വേണ്ടി സ്ഥലം ഇങ്ങനെ അന്വേഷിച്ച് പോയപ്പോ ചെറിയ കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് നോക്കിക്കണ്ടേ. ഞാൻ പറഞ്ഞു 3 കാറ് പോർച്ചിൽ കയറ്റിയിടാൻ പറ്റുന്ന സ്ഥലമാണ് എനിക്ക് വേണ്ടത്. അതിന് പറ്റിയ ഒരു സ്ഥലം നോക്കണം. അപ്പൊ അദ്ദേഹം ചോദിച്ചു കാർ ഏതാന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഒരു BMW, ഒരു ഇന്നോവ ക്രിസ്റ്റ, ഒരു ഡിഫൻഡർ. ആ ഒരു 3 കാറ് ഗോൾ വെച്ചുകൊണ്ട് തന്നെയാണ് ആ BMW എന്റെ അടുത്തുണ്ട്. വെന്യല്ല, വെന്യൂ മാറ്റും. ഇപ്പോൾ ഉള്ള വെന്യൂ മാറ്റും. ഡിഫൻഡറും BMW പിന്നെ ഒരു ഇന്നോവ ക്രിസ്റ്റ. അത് ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ്. അത് തന്നെ ആയിരിക്കുള്ളൂ. അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള ലക്ഷ്യങ്ങളാണ്. അപ്പൊ ഇപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു കൊടക്കീഴിൽ നിന്നുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാറിലേക്കുള്ള ഓട്ടം എല്ലാവർക്കും, അല്ലെ? അപ്പൊ ആ ഒരു കാറ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു യജ്ഞത്തിൽ ഞാൻ പറയുന്നു കോച്ചബിൾ ആകുക. അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല നമുക്ക്. രാവിലെ 8 മണി എന്നുള്ളൊരു സമയം ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ 8 മണിയല്ല 7:55 എന്നുള്ളൊരു സമയം ഉണ്ടെങ്കിൽ ആ സൂമിന്റെ ലിങ്ക് ഹോസ്റ്റ് ആയിരിക്കും. വീഡിയോ ഓൺ ചെയ്തിരുന്ന് ഒരു ഡയറിയും ഒരു പേനയും എടുത്ത് എഴുതാൻ നിങ്ങൾ തയ്യാറായാൽ 2 സാറ് പറഞ്ഞ പോലെ 20 കോടി നമുക്ക് നേടിയെടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.